സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള തിരുവചന ഭാഗമാണ്. ശ്ലീഹാകാലം 4-ാം ഞായറാഴ്ചയാണിത്. ഈശോ തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഭാഗമാണിത്. താൻ സ്വർഗത്തു നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന് ഈശോ പറയുന്ന ഭാഗം. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും എന്ന് ഈശോ തന്നെ പിഞ്ചെന്ന ജനത്തോട് പറയുന്ന ഭാഗമാണ്. ആ ജനങ്ങളിൽ ഭൂരിഭാഗം പേരും അവിടുത്തെ ശിഷ്യന്മാരായിരുന്നു. അവരോട് പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യമായി ജീവിക്കും. പക്ഷേ ഈ വചനം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിനാൽ ഇത് കഠിനമാണ് എന്ന് പറഞ്ഞ് കുറെ പേര് ഈശോ വിട്ടുപോവുകയാണ്. യോഹന്നാൻ ശ്ലീഹ അത് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? പിന്നീട് ഒരിക്കലും അവർ അവനെ പിഞ്ചെന്നില്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം ഈ വചനം ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ്. ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ ഓർക്കുക, ഈശോയുടെ ഈ വചനം ഇന്നും ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഈശോ തിരുവോസ്തിയിൽ ഈശോയുടെ സജീവ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. ആദിമസഭയിൽ അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ ഈ പ്രബോധനം വിശദീകരിച്ച് നൽകുന്നത്. 6-ാം അധ്യായം മുഴുവൻ ഈശോയുടെ ഈ പ്രബോധനമാണ്. പിന്നീട് പെന്തക്കോസ്തൽ സഭയും കത്തോലിക്ക സഭയും തമ്മിൽ വേർതിരിവുണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്നായിട്ട് ഈ തിരുവചന ഭാഗമുണ്ട്. വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സജീവ സാന്നിധ്യം അത് അംഗീകരിക്കാൻ പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് കഴിയുന്നില്ല. ഇവിടെ ഈശോ ഉപയോഗിക്കുന്ന, അതിനുശേഷം ഈശോ പറയുന്നു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നു. ഇത് കഠിനമാണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഞാൻ ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈശോ പ്രധാനമായിട്ട് ആവർത്തിക്കുന്ന ഒരു പദം നിത്യജീവന്റെ അപ്പം എന്നാണ്. ഇത് പഴയ നിയമവുമായിട്ടുള്ള ഒരു ബന്ധം നമ്മളിവിടെ കാണുന്നുണ്ട്. പഴയ നിയമത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ജീവന്റെ വൃക്ഷം അവിടെയുണ്ട്. ഇതാ ഇവിടെ ജീവന്റെ അപ്പം. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്നുള്ള ദൈവത്തിൻ്റെ ശാസനയായിരുന്നു. പക്ഷെ അതിനെ അതിലംഘിച്ച് അനുസരണമില്ലാതെ അത് ഭക്ഷിക്കുകയും മരണം ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണ് മനുഷ്യൻ. ഇവിടെ ഈ ജീവന്റെ അപ്പം ഭക്ഷിക്കുമ്പോൾ സംഭവിക്കുന്ന നിത്യജീവൻ പ്രാപിക്കലാണ്. ഇതതുകൊണ്ട് സിദ്ധ ഔഷധമായി മാറുന്നു. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്ന ഔഷധമായിട്ട് വിശുദ്ധ കുർബാന മാറുകയാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കുമെന്ന് ഈശോ പറയുന്നത് അത് സ്വർഗരാജ്യ പ്രാപ്തിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയുടെ സമയത്ത്, തിരുവോസ്തി ഉയർത്തുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ പാടുന്നത്, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമായി. അപ്പോൾ നിത്യജീവൻ പ്രാപിക്കൽ എന്ന് പറഞ്ഞാൽ സ്വർഗപ്രാപ്തി തന്നെയാണ്. വിശുദ്ധ കുർബാന ഉയർത്തി പുരോഹിതൻ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് അങ്ങനെ നിത്യമായി ജീവിക്കുന്ന ആളുകളുടെ ആ ചിത്രം വരണം. അത് വിശുദ്ധന്മാരാണ്, രക്തസാക്ഷികളാണ്. ഈ വിശുദ്ധ കുർബാനയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ചേർന്ന ജീവിതം നയിക്കുകയും തങ്ങളെ തന്നെ മനുഷ്യകുലത്തിനു വേണ്ടി, ചുറ്റുമുള്ളവർക്ക് വേണ്ടി, വിശുദ്ധ സുവിശേഷത്തിന് വേണ്ടി ബലിയായി നൽകുകയും ചെയ്തവരെല്ലാം നിത്യം ജീവിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനോട് ചേർന്നിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഈ രണ്ട് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഈ ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാർ പഴയ കാലങ്ങളിൽ പറഞ്ഞിരുന്നത്, പഴത്താലെ വന്ന പാപം അപ്പത്താലെ നീങ്ങിപ്പോയി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആബേലച്ചൻ്റെ വിശുദ്ധമായ ഗാനത്തിൽ കാണുന്നുണ്ട്, പെസഹ വ്യാഴാഴ്ച, മരത്താലെ വന്ന പാപങ്ങൾ മരത്താലെ മായ്ക്കുവാനായി മരത്തിന്മേൽ ആർത്തനായി തൂങ്ങി മരിക്കുന്നു രക്ഷകൻ ദൈവം. അപ്പോൾ ഇങ്ങനെ ഈ പഴയ നിയമമായിട്ടുള്ള ബന്ധങ്ങൾ, അതുകൂടാതെ പഴയ നിയമത്തിൽ പുനർജനി നൽകിയ രണ്ട് ബിംബങ്ങൾ കൂടെ ഈശോ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് നെഹുഷ്താനാണ്, രണ്ട് മന്നയാണ്. മരുഭൂമിയിൽ വെച്ച് മരിച്ചു പോയേക്കും എന്ന്
ഭയന്ന സമയത്താണ് സ്വർഗത്തിൽ നിന്ന് മന്ന നൽകുന്നത് ദൈവം യഹൂദ ജനതയ്ക്ക്. പക്ഷേ ആ മന്ന നശ്വരമായ ജീവൻ നൽകുന്നതായിരുന്നു, അത് അനശ്വരമായ ജീവന്റെ അപ്പമായിരുന്നില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മന്ന ഭക്ഷിച്ചെങ്കിലും നിങ്ങൾ മരിച്ചു, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണത് നിങ്ങൾക്ക് നൽകിയത് എന്ന് പറയുന്നത്. എന്നാൽ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കുമെന്ന് ഈശോ പറയുന്നത്. അതുപോലെ നെഹുഷ്താൻ പിച്ചള സർപ്പം മരുഭൂമിയിൽ ഉയർത്തിയപ്പോൾ സർപ്പദംശനം ഏറ്റവരെല്ലാം അതേ നോക്കി ഒരു ജീവൻ പ്രാപിച്ചു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യനും പുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ഈശോ ബന്ധിപ്പിച്ചിട്ട് നിത്യ ജീവൻ, നിത്യമായ അപ്പം, നിത്യജീവന്റെ അപ്പം എന്ന് ഈശോ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് തൻ്റെ ശരീരവും രക്തവും മനുഷ്യരാശിക്ക് വേണ്ടി വിഭജിച്ച് നൽകുന്ന ആ മഹത്തായ ആ കൂദാശയുടെ വിവരണമാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഈ ഭാഗത്ത് നൽകുന്നത്. ഇതിൻ്റെ അവസാനത്തിൽ ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ, വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുമ്പോൾ എന്തെല്ലാം മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. അവര് മ്ലാനവദനരായിരുന്നു, അവര് സങ്കടത്താൽ നിറഞ്ഞവരാൽ, ദുഃഖഭാരത്താൽ കുനിഞ്ഞ ശിരസ്സുമായിട്ട് പോയ അവരാണ്. ഈ ഈശോ അപ്പം മുറിച്ച് ആശീർവദിച്ച് അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തെ മ്ലാനത പോകുന്നു, സന്തോഷചിത്തരാകുന്നു, ആഹ്ലാദ ഭരിതരാകുന്നു. അവർ തലയുയർത്തിപ്പിടിച്ച് സന്തോഷാധിക്യത്തോടുകൂടെ ജെറുസലേമിലേക്ക് ഓടുന്നത് നമ്മൾ കാണുന്നു. ഇതാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട വ്യത്യാസം. സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ മനസ്സിലും മുഖത്തിലും ചുറ്റുവട്ടങ്ങളിലും സന്തോഷം പ്രസരിപ്പിക്കപ്പെടുന്നതായിരിക്കണം വിശുദ്ധ കുർബാനയുടെ സ്വീകരണം. പാദ്ര പിയോ എന്ന് പറയുന്ന വിശുദ്ധ കുർബാനയുടെ മഹാനായ വിശുദ്ധനെ നമ്മൾ അനുസ്മരിക്കുക കൂടെ ചെയ്യണം. ഇവിടെ അവസാനമായിട്ട് ഈ ഭാഗം തീരുമ്പോൾ ചോദിക്കുന്നതാണ്, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ പത്രോസ്ലിയാണ് പറയുന്നത്, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും കർത്താവേ? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. ഈശോയുടെ വചസ്സുകളേക്കാൾ മനുഷ്യന് നിത്യജീവൻ നൽകുന്നത് മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ ആ ഗാനമുണ്ടല്ലോ, അത് MS വിശ്വനാഥൻ സംഗീതം പകർന്ന് മനോഹരമായ യേശുദാസ് ആലപിച്ച മനോഹരമായ ഗാനമുണ്ടല്ലോ, സത്യനായക മുക്തിദായക എന്ന് പറയും, പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക. അവിടെ പറയുന്ന ഈ നിന്നൊളി കേട്ട് ഉണർന്നിടാത്ത കണ്ണ് കണ്ണാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാത് കാതാണോ? ഈശോയുടെ വചനങ്ങൾ കേൾക്കാത്ത കാത് കാതാണോ? ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തിയ, മനുഷ്യനെ ജീവിക്കാൻ കൊള്ളാവുന്ന നാടായിട്ട് ലോകത്തെ പരിവർത്തനം ചെയ്ത ഈശോയുടെ പ്രബോധനങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ശ്രീകുമാരൻ തമ്പി പറഞ്ഞത്, ഈ മിശിഹായേക്കാൾ വലിയ ഗുരുവില്ല. ലോകം കേട്ട ഏറ്റവും മഹത്തായ പ്രബോധനമാണ്. ഈ പ്രബോധനം അനുസരിക്കുന്നവൻ അവന് നിത്യമായി ജീവിക്കും, അവൻ നിശ്ചയമായും സ്വർഗപ്രാപ്തി നേടും എന്ന് പറയുന്നത്. വി.ഡി. സതീശൻ്റെ ആദം നീ എവിടെയാകുന്നു എന്നുള്ള പുസ്തകത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ തന്നെ വി.ഡി. സതീശൻ പറയുന്നു, ബൈബിൾ വായിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ. അദ്ദേഹം അത് എന്തെങ്കിലും ഒരു വോട്ടിനായിട്ട് പറയുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ആ പുസ്തകം മുഴുവൻ 33ഓളം ലേഖനങ്ങളിൽ മുഴുവൻ ബൈബിള് നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം വിശുദ്ധ വചനങ്ങളിലൂടെ നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വിശുദ്ധ ബൈബിൾ വായിക്കുന്നവരായിട്ട്, അത് ജീവിതത്തിൽ പകർത്തുന്നവരായിട്ട്, വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ രൂപാന്തരം പ്രാപിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കും. Subscribe now and press the bell icon. Never miss an update.